ഒരു സിനിമ ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് പ്രതീക്ഷക്കുത്തുണ്ടോ, ഹൈപ്പിനനുസരിച്ചുണ്ടോ എന്ന്. ഓരോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, സംവിധായകർ സിനിമയെ കാണുന്നത് ഓരോ വ്യത്യസ്തമായ രീതിയിലാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് സിനിമ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലും അദ്ദേഹത്തിന്റെ തോട്ട്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുരളി ഗോപി ശ്രീ മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഷാജി കൈലാസിന്റെ സിനിമയിലെ മോഹൻലാലിനെ കാണാൻ സാധിക്കില്ല. അതേപോലെ ബേസിൽ ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റിനുപരി അതിനൊരു മാനദണ്ഡം അദ്ദേഹം കാണുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ സിനിമ എന്റർടൈൻമെന്റിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള സിനിമകളാണ്. ഗോദ, കുഞ്ഞിരാമായണം പോലുള്ള സിനിമകൾ. വിനീത് ശ്രീനിവാസന്റെ തിര ഒഴികെയുള്ള ഏത് സിനിമ എടുത്താലും നമുക്ക് അതിലൊരു കോമൺ ഫാക്ടർ കണ്ടെത്താൻ പറ്റും. അതായത് പ്രണയം, ജോബ്, കരിയർ, പാഷൻ, ഇതിനെ പറ്റി തന്നെയാണ് എല്ലാ സിനിമകളിലും അദ്ദേഹം തിരിച്ചും മറിച്ചും പല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ തമിഴിലെ ഡയറക്ടേഴ്സായ മാരി സെൽവരാജ്, പാരഞ്ജിത്ത്, വെട്രിമാരൻ, ഇവരുടെയൊക്കെ സിനിമകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം അവരെപ്പോഴും ഓപ്പറേഷൻ അല്ലെങ്കിൽ അടിച്ചമർത്തലിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. കളറിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ മനുഷ്യരെ അടിച്ചമർത്തുകയും അവരുടെ നിസ്സഹായ അവസ്ഥയെ പറ്റിയാണ് അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അവരുടെ സിനിമകളിൽ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും വെട്രിമാരന്റെ അസുരൻ പോലുള്ള സിനിമകൾ കൊമേഴ്ഷ്യൽ പശ്ചാത്തലത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി നമുക്ക് എമ്പുരാന്റെ കാര്യം തന്നെ കണക്കിലെടുക്കാം. ശ്രീ മുരളി ഗോപിയുടെ അതേ ശൈലിയിലുള്ള സിനിമ തന്നെയാണ് എമ്പുരാൻ. അദ്ദേഹത്തിന്റെ പാസ് സിനിമകളായ കമ്മാര സംഭവം, ലെഫ്റ്റ് ചെയ്യാൻ എന്നീ സിനിമകൾ കണക്കിലെടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. രാഷ്ട്രീയം, മതം എന്നീ വിഷയങ്ങളെ പറ്റി വളരെ സ്ട്രോങ് ആയി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതേ ശൈലിയിൽ തന്നെയാണ് എമ്പുരാനും. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ നേതാക്കളെയും ഇന്ന് നടന്നതും ഇതിനു മുന്നേ നടന്ന ഇൻസിഡന്റിനെ പറ്റി വളരെ സ്ട്രോങ് ആയി ഈ സിനിമയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. മോഹൻലാൽ എന്ന സ്റ്റാറിനെ എലവേറ്റ് ചെയ്യുന്ന സീനുകളോ ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തെ ബൂസ്റ്റ് ചെയ്യുന്ന സീനുകളോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് എമ്പുരാൻ. ഒരു സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആ സിനിമ ചർച്ചയാവുന്നുണ്ടെങ്കിൽ, അതല്ലേ ഒരു സിനിമയുടെ വിജയം.